എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ആ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ആയിരുന്നു. അപ്പോൾ നമ്മൾ പല്ലുട്ടി എന്ന് പറഞ്ഞൊരു ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ശംഖു ഓടി വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ പാസ്ത കണ്ടിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പേരുള്ളതുകൊണ്ട് അവൾ അങ്ങനെ കഴിക്കില്ല. സോ സർപ്രൈസ് വെയിറ്റിംഗ്. അങ്ങനെ നമുക്കിന്ന് റെഡി ആയാലോ. ഞാൻ പോയി ഡ്രസ്സ് മാറ്റി വന്ന് അങ്ങനെ റെഡിയാവാൻ തുടങ്ങി. അങ്ങനെ ചന്തു വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ശംഖും റെഡിയായി. ശംഖു ടാറ്റ പോവാണോ? ശംഖു ടാറ്റ പോവാണോ? അയ്യോ ടാറ്റ പോവാണോ ശംഖു? എങ്ങനെ ടാറ്റ പോവാ? ടാറ്റ പോവാണോ? ടാറ്റരി ടാറ്റരി ടാറ്റ പോവാണോ പുള്ളി? ശംഖുടാ മുടി പിടിക്കരുത്, അടികിട്ടും. വീഡിയോയിൽ അടികിട്ടിയ നടക്കണം. സർപ്രൈസ്. പോവാം പോവാം. ബൈ ബൈ. പണ്ടെന്ന അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. സോ നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. ഈ സമയത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ശംഖു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അമ്പു എവിടെ? അച്ഛ എവിടെ? ഇവിടെ നോക്ക്. അങ്ങനെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശംഖുവും ചന്തുവും കൂടിയിട്ട് അവിടെ ഒളിച്ച് കളിക്കുകയാണ്. കാരണം മൂപ്പര് കുറേ സമയം നിൽക്കുമ്പോൾ ബോറടിച്ചിട്ട് മൂപ്പര് അങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. അവിടെ മൊത്തം നടന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ ചന്തുവിന് ഒരു കോൾ വന്നപ്പോൾ അവൻ പോയി. പിന്നെ ഞാൻ അവളുടെ കൂടെ അങ്ങനെ കളിക്കാൻ തുടങ്ങി. അവിടെയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്നുവിനായിട്ട് അടി പിടി കടി വഴക്കും ബഹളമൊക്കെ ആയി. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നു കേട്ടോ, ബസ്സും കാത്തിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. സർപ്രൈസ് കാണണ്ടേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ബസ് വന്നു. ബസ് കയറി. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അടുത്തുനിന്ന് നമ്മൾ A1 ബസ്സിലാണ് കയറിയത്. ചന്തു അവിടെ ഫുൾ വർക്കിൻ്റെ കാര്യമായിട്ട് ഫോണിലായിരുന്നു. നമ്മൾ മൂന്നാളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ചായിട്ടാണെങ്കിലും ഇതുവരെ ബസ്സിൽ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ മൂന്നാളിൽ ഫസ്റ്റ് ബസ് യാത്രയായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ശംഖു കുറച്ച് കഴിഞ്ഞപ്പോൾ ശംഖു കിടന്ന് ഉറങ്ങിപ്പോയി. ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സർപ്രൈസ്. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. ആ താഴെയൊക്കെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തോരം സ്ഥലമാണെന്നറിയോ. ഈ ഒരു രാത്രി നല്ലൊരു വ്യൂ ആട്ടോ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് മൂന്നാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ പോകുമായിരുന്നേ. അങ്ങനെ നടന്ന് നമ്മൾ താഴോട്ട് ലിഫ്റ്റിൽ കയറി താഴോട്ട് പോകണം. അങ്ങനെ ഇത് ശംഖുവിന് ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇപ്പം ഞാനിങ്ങനെ പാടി കൊടുക്കുമ്പോൾ മൂപ്പരുടെ മുഖത്ത് അതിൻ്റേതായ നാണം ഇങ്ങനെ പൊന്തി വരും. നമ്മൾ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന് ശംഖുവിനും ശംഖുവിൻ്റെ അച്ഛനും ഭ്രാന്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ സർപ്രൈസ്. നമ്മുടെ ചേച്ചിയും ഏട്ടനും കുട്ടാപ്പും ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ് മക്കളെ. ഇനി 10 ദിവസം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഏട്ടനാണെങ്കിൽ നമ്മളെ കണ്ടിട്ടും മൈൻഡാക്കാത്ത പോലെ വരികയാണ്. പക്ഷെ എന്ത് ചെയ്തു, ചെക്കൻ പറ്റിച്ചു. ചെക്കനാണെങ്കിൽ ചിന്നു അച്ചു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അപ്പോൾ ശംഖുവിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് ശംഖുവിന് ഏറ്റവും സന്തോഷം വരുമ്പോഴുള്ളൊരു ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതാണ് ശംഖുവിൻ്റെ കുട്ടാപ്പു. ഇവർ തമ്മിൽ 10 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ.
ശംഖുവാണ് ചേച്ചി, ഒരു 10 ദിവസത്തിന് മൂത്ത ചേച്ചിയാണ്. പിന്നെ നമ്മൾ ഈ കാണാൻ പോകുന്നത് ചേച്ചിയുടെ അനിയൻ്റെ സ്നേഹപ്രകടനങ്ങളാണ്. ഇതിൽ ഞങ്ങളെല്ലാം മുങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 2 പേർക്കും ചിന്നു തന്നെ എടുക്കണം, ചിന്നുവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നുള്ള വാശിയായിരുന്നു കേട്ടോ. നിങ്ങൾ കിസ് ചെയ്ത് കളിക്കാണോ? ശംഖു ഒരു ഹഗ്ഗി കൊടുക്കൂ. ആ ഹഗ്ഗി കൊടുക്കൂ. കുട്ടാപ്പൂന് കുട്ടാപ്പൂന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വണ്ടിയിൽ കയറി നേരെ ഹോട്ടലിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇവർ ഹോട്ടൽ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിന് ഇവർ ഹോട്ടൽ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലിരുന്നിട്ട് 2 പേരുടെയും കളിയാട്ടോ. 2 പേർക്കാണെങ്കിലും ചിന്നുവിൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം, ചിന്നു എന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു. അങ്ങനെ അവരുടെ കളി കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇവരെടുത്ത ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സദേൺ സൺ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലാണ്. അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് അവർ ഇറക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ അവിടെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ നടന്ന് ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും ഉള്ളിൽ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഇൻറ്റീരിയർ ആയിരുന്നു. പിന്നെ 2 പേരും നിലത്തിറങ്ങി അവിടെ 2 പേരും കൂടെ കളിക്കാൻ തുടങ്ങി. ഒരാളെ പിടിക്കാൻ പോവുക, പിന്നാലെ ഓടുക, അങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു. പിന്നെ അവിടെ ഇരുത്തിയിട്ട് കുറച്ച് നേരം ഇരുത്തിയിട്ടൊന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നോക്കി. പക്ഷെ എന്താ ചെയ്യുക, 2 പേരുടെ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ അതെല്ലാം മുങ്ങിപ്പോവുമായിരുന്നു. അങ്ങനെ ഇവർ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 പേരെ ഇരുത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ അവർ റൂമിലോട്ട് പോയി ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കി. അപ്പം ഞാനും ചെറുതും ചിന്നും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം. അങ്ങനെ അവർ താഴോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാത്രി. അങ്ങനെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ബ്രിഡ്ജ്. അപ്പോൾ പിള്ളേർ ആ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കുന്നതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡേ ബ്രേക്കിൽ പോയി ജ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അറബിക് ഷവർമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ക്ലബ്ബാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2 പേരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആ ഒരു സമയമാണെങ്കിൽ ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ 2 പേരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നേ. ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ആരാണ് എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. മറ്റാളാണെങ്കിൽ അച്ഛനെ കഴിപ്പിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഓക്കേ ഗൈസ്, see you tomorrow. അവിടെ ഒരു സ്പേസ് നമുക്ക് ഉണ്ണീസിനെ ആഡ് ചെയ്ത് വെക്കാം. ഉണ്ണീസിനെ ഒരു തല. ടാറ്റാ. അപ്പോൾ ഇതാണ് ആ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. ഇതെൻ്റെ ചേച്ചി വെല്ലമ്മയുടെ മോളാണ്, ലക്ഷ്മി എന്നാണ് പേര്. ചിന്നുവിൻ്റെ ഓൺ സിസ്റ്ററാണ്. മറ്റേത് ചേച്ചിയുടെ ഹസ്ബൻഡ് അജിത്ത്. ഇതവരുടെ കുട്ടി നിമായി. ഞങ്ങൾ കുട്ടാപ്പൂ എന്ന് വിളിക്കും. ഞങ്ങൾ 4 പേരായിരുന്നു ആദ്യം, ഉണ്ണീസ് അടക്കം. പിന്നെ ചന്തു വന്ന് ഞങ്ങളത് 5ആയി, അജയേട്ടൻ വന്ന് ഞങ്ങളത് 6ആയി. ഇപ്പോൾ 2 ചെറുതുങ്ങളും കൂടെ വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളിപ്പോൾ 8ആയി. അങ്ങനെ ഉണ്ണീസിന് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവർ നേരെ റൂമിലോട്ട് പോവാണ്. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവാണ്. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ തൊട്ട് പുതിയ വീഡിയോസ് കാണാം. ഓക്കേ. ശംഖു കാർത്തുപോയി. ശംഖു സേ ബൈ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.